ജനുവരി മാസം രാജ്യത്തെ തന്നെ പിടിച്ചുകുലുക്കിയ ജല്ലിക്കെട്ട് സമരത്തിന്റെ തുടർ നടപടിയാണ് ഇപ്പോൾ വണികർ സംഘങ്ങളിൽ പേരവെ ചെന്നൈ ചായക്കട ഉടമസ്ഥ സംഘം എന്നിവർ കോള നിരോധനവുമായി രംഗത്ത് വരാൻ കാരണമായത്. ചെന്നൈ മറീന ബീച്ചിൽ രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന സമരത്തിൽ വിദ്യാർത്ഥികളും യുവാക്കളും ജല്ലിക്കെട്ടിനോടൊപ്പം ആവശ്യപ്പെട്ടത് വിദേശ ശീതളപാനീയങ്ങൾ ഉപേക്ഷിക്കാനായിരുന്നു. അത് തമിഴ്നാട്ടിലുടനീളം വ്യാപിക്കുന്ന കാഴ്ചയാണ് 2 മാസം കഴിയുമ്പോൾ. വാങ്ങുന്നവർ തന്നെ അത് വേണ്ടെന്ന് പറയുമ്പോൾ പിന്നെന്തിന് വിൽപ്പനയ്ക്ക് വെക്കണമെന്നാണ് വ്യാപാരികളുടെ ചോദ്യം. അവർ പെപ്സി കൊക്കോ കുടിക്കാൻ പാടില്ല, അതിൽ വിഷാംശങ്ങളുണ്ട്, അതിലാരും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു നല്ലൊരു പ്രചാരണം അവർ നടത്തിയിരുന്നു. അവർ ഞങ്ങളുടെ വ്യാപാര സംഘടനകളോടും അഭ്യർത്ഥിച്ചു, ഞങ്ങൾ കുടിക്കുന്നില്ല, നിങ്ങൾ വിറ്റിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കത് വളരെ സന്തോഷമായിട്ടുണ്ടാകും, അതുകൊണ്ട് നിങ്ങളത് ഈ സാധനങ്ങൾ വാങ്ങരുത്, വിൽക്കരുത് എന്ന് പറഞ്ഞു. ജല്ലിക്കെട്ട് സമരത്തിനു മുൻപ് ചെന്നൈയിലെ ഒരു കടയിൽ ദിവസേന 75 കോള ഉൽപ്പന്നങ്ങൾ വിറ്റുപോയതെങ്കിൽ ഇപ്പോഴത് 30ഓളം ഉൽപ്പന്നങ്ങൾ മാത്രമായി ചുരുങ്ങി. കോള ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിർത്തുന്നതിലൂടെ ഉണ്ടാകുന്ന വരുമാന നഷ്ടം സ്വദേശി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ നികത്താനാകുമെന്നും ഇവർ വിശ്വസിക്കുന്നു. അത് വിൽക്കുന്ന സ്ഥലത്ത് നമ്മളിവിടെ ഫ്രൂട്ട്നിക്ക്, പതനീർ, ഫ്രൂട്ടി, അതേമാതിരിയുള്ള ഈ ഉൾനാട്ടു ഉൽപ്പന്നങ്ങൾ നിറയുണ്ട്. കാളിമാർക്ക്, ഓൾഡ് സ്പോട്ട്, തംസപ്പ് ഒക്കെ ഒരു കാലത്ത് ഇവിടെ നന്നായിട്ട് പോയിരുന്നു. അതേമാതിരി നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളാകുമ്പം അതിൽ വിഷാംശങ്ങൾ ഉണ്ടെങ്കിലും വേഗത്തിൽ തിരുത്താൻ പറ്റും, അതിൽ വിൽക്കാൻ പറ്റില്ല. വണികർ സംഘങ്ങളിൽ പേരവയ്ക്ക് തമിഴ്നാട്ടിലുടനീളം 10 ലക്ഷം അംഗങ്ങളുണ്ട്. ചെന്നൈ ചായക്കട ഉടമസ്ഥ സംഘത്തിൽ 6000-ഓളം അംഗങ്ങളാണുള്ളത്. ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.